Yeah. Yeah. Hi guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് വന്നിട്ട് നമുക്ക് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വൈൽ ലൂപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് ഫോർ ലൂപ്പിലും അതുപോലെ തന്നെ വൈൽ ലൂപ്പിലും എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ i in range നമുക്കൊരു കാര്യം ചെയ്യാം, 1 to 10 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രിൻ്റായി കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് 1 to 9 വരെ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുകയാണ്. ഇഫ് i mod 2 equal to 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐൻ്റെ വാല്യൂ എപ്പോഴാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആവുന്നത്, ആ സമയത്തിന് ഈ ഒരു ലൂപ്പ്, അതായത് ഫുൾ ലൂപ്പ് ബ്രേക്ക് ആവുന്നതായിരിക്കും. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൂപ്പ് മൊത്തത്തിലാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. എൽസ് എന്നാണെന്നുണ്ടെങ്കിൽ എൽസ് നമുക്ക് എന്ത് ചെയ്യുക? എൽസ് നമുക്ക് പ്രിൻ്റ് ഐ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കി തന്നെ നമുക്ക് അറിയാൻ പറ്റും ഐൻ്റെ ആദ്യത്തെ വാല്യൂ 1 ആണ്. അപ്പം 1 mod 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എൽസ് കണ്ടീഷൻ ആയിരിക്കും വർക്ക് ആവുന്നത്. അടുത്ത 2, അതായത് ഐൻ്റെ വാല്യൂ 2 ആവും ഫോർ ലൂപ്പിൽ. അപ്പം ബേസിക്കലി 2 mod 2 എന്ന് പറയുന്നത് ഈ ഒരു റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവും. അപ്പോൾ ഇവിടെ 1 പ്രിൻറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ആവും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കോ, ഇവിടെ 1 പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലൂപ്പ് നമുക്ക് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് ആ ഒരു സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പ് നമുക്ക് ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തെന്ന് വിചാരിച്ചോ, കണ്ടിന്യൂ ഞാനിവിടെ കൊടുത്തെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഐ മോഡ് 2 ഈക്വൽ ടു 0 വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂ ആവും. കണ്ടിന്യൂ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത ഐട്രേഷനിലോട്ട് പോകും. ഓക്കെ, അതായത് ഇപ്പോൾ ആദ്യം ഇനിഷ്യലി ഐൻ്റെ വാല്യൂ 1 ആണ്. 1 mod 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ എൽസ് കണ്ടീഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അടുത്ത് 2 mod 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂ, അതായത് 2 അവിടെ പ്രിൻ്റ് ആവത്തില്ല, ഇല്ലാതെ കണ്ടിന്യൂ ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനിത് റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, 1 പ്രിൻ്റായി, 2 ഇല്ല 3, 4 ഇല്ല 5, 6 ഇല്ല 7, 8 ഇല്ല 9. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു എന്താ പറയുക, ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ ഇനി ആ ഫർദർ ആ ഒരു ലൂപ്പ് നമുക്ക് റൺ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ലൂപ്പിൻ്റെ അകത്ത് നമ്മളൊരു കാര്യം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഐട്രേഷനിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത ഐട്രേഷനിലോട്ട് പോകും. ഇങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക, ഒരു ബ്രേക്കും അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഒരു ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വൈൽ ലൂപ്പിൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ ഈ ഒരു ബ്രേക്കും കണ്ടിന്യൂ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഇനിഷ്യലി എയിൻ്റെ വാല്യൂ ഞാനിപ്പോൾ 40 കൊടുത്തെന്ന് വിചാരിച്ചു. ഇനിഷ്യലി ഞാൻ എയിൻ്റെ വാല്യൂ ഞാൻ 40 കൊടുത്തു. അതുപോലെ തന്നെ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 1 കൊടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, അടുത്ത് വൈല് ഐ ലെസ് ദാൻ എ ആണെന്നുണ്ടെങ്കിൽ അത്രയും സമയം ട്രൂ ആയിരിക്കും. അതായത് എയിനെ കാട്ടിയും എത്രത്തോളം പ്രാവശ്യം ഐൻ്റെ വാല്യൂ ചെറുതായിരിക്കുമോ അത്രയും പ്രാവശ്യം ഈ ഒരു ലൂപ്പ് റണ്ണാവും. ഓക്കെ, പ്രിൻ്റ് ഐ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഇതിനെ ഐട്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് ഇൻഫൈനൈറ്റ് ആയിട്ട് റൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഐ പ്ലസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 1 to
0 to 1 to 39 വരെ നമുക്കിവിടെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് കാണാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ end is equal to 2 ഇത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി സെയിം ലൈനിൽ തന്നെ ആയിരിക്കും ഇത് പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. ഇപ്പം സെയിം ലൈനിൽ തന്നെ ആയിരിക്കും ഇത് പ്രിൻ്റ് ആവുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെ ബ്രേക്കും കണ്ടിന്യൂ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഓക്കെ ഇഫ് നേരത്തെ നമ്മൾ യൂസ് ചെയ്തുന്ന സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ വൈൽ ലൂപ്പിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഇഫ് ഐ മോഡ് എത്രയാണ്? ഐ മോഡ് 2 ഈക്വൽ ടു 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചോ, ബ്രേക്ക്. എൽസ് നമ്മൾ എന്ത് ചെയ്യും? എൽസ് നമ്മളിത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ബ്രേക്ക് എൽസ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എൽസ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൂപ്പ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, എൽസ് നമ്മൾ ഇഫ് ഐ മോഡ് 2 ഐൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നതാണെങ്കിൽ ആ മൊമെൻറ്റിൽ നമ്മൾ ഈ ഒരു ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 1 പ്രിൻ്റ് ആയതിനു ശേഷം ഇവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ആയി. നേരത്തെ നമ്മൾ ഫോർ ലൂപ്പിൽ നമ്മൾ ചെയ്തതല്ല. കാരണം വെച്ചാൽ 2 വരുമ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ അടുത്ത് 2 ആകുമ്പോഴത്തേക്കും 2 മോഡ് 2 എന്ന് പറയുമ്പോഴത്തേക്കും ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് ആവും. ഓക്കെ, ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പിൽ നിന്ന് മൊത്തത്തോടെ പുറത്തു പോകും. ഓക്കെ, അതാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇൻ കേസ് ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇറ്ററേഷനിലോട്ട് പോകും. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഇത് പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. അത് കാണിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തപ്പോഴത്തേക്കും ഇതിൻ്റെ ഐട്രേഷൻ മാറിയില്ല. അതിൻ്റെ വാല്യൂ കണ്ടിന്യൂസ്ലി 1 ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇവിടെ ഒരു എററായിട്ട് കാണിച്ചത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ i + is equal to 1 കൊടുക്കുക. അതായത് ഐട്രേഷൻ വാല്യൂ കൂടിയതിന് ശേഷമാണ് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 3 5 7 9 11 13 അപ് ടു നമുക്ക് 39 വരെ കിട്ടും. അതായത് ഈ 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ നമുക്കിവിടെ പ്രിൻ്റ് ആവത്തില്ല. അതിന് വരെ അത് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ഐട്രേഷനിലോട്ട് പോകും. അല്ലാത്ത പക്ഷം എൽസ് കണ്ടീഷനിൽ വന്നിട്ട് ഇത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോർ ലൂപ്പിലും അതുപോലെ തന്നെ വൈൽ ലൂപ്പിലും ബ്രേക്കും കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്തിനാണ് ഈ ഒരു ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫർദർ ആ ഒരു ലൂപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യും. ഇല്ലാത്ത പക്ഷം നമ്മളത് കണ്ടിന്യൂ ചെയ്യും അടുത്ത ഇതിലോട്ട്. ഏത് സമയത്തിനാണ് ഇത് സാറ്റിസ്ഫൈ ആവുന്ന ആ സമയത്തിന് നമ്മൾ ബ്രേക്ക് ചെയ്യും. ഇല്ലാത്ത പക്ഷം നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.